ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണമ്മേ. വേലക്കാരനായിട്ടോ? ഞാനൊരു വേലക്കാരിയായിട്ട് വന്നതാണ്. എനിക്ക് ആടിലെ വേലക്കാരിയുടെ പോകുന്നതാണ്. നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിപ്പോൾ മുംബൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു ആഡ് ഷൂട്ടിന് വന്നിരിക്കുക. ക്യാബ് ഡ്രൈവറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണു. പോസ്റ്റാണിപ്പോൾ. അങ്ങനെ ക്യാബ് ഡ്രൈവർ എത്തി. ടാക്സി സ്റ്റാൻഡിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി ലേറ്റായി. നമ്മൾ എത്തിയപ്പോൾ തന്നെ 11:30 കഴിഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ പിന്നെ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടൽ വീഗോ, മുംബൈ വീഗോ, അവിടെയാണ് നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തത്. നല്ല ഹോട്ടലായിരുന്നു. അന്നത്തെ ദിവസം അങ്ങനെ കിടന്നൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ 7:45 റിപ്പോർട്ടിംഗ് ടൈം ആയിരുന്നു. GM സ്റ്റുഡിയോ മാൻഷൻ അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഷൂട്ട്. നേരെ കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, പക്ഷെ ഓക്കെ. അത് കഴിഞ്ഞ ഉടനെ തന്നെ മെഷർമെൻ്റ് എടുക്കാൻ ആളെത്തി. കാരണം തലേദിവസം വൈകിട്ടായിരുന്നു കോസ്റ്റ്യൂം ട്രയൽ. ഞാൻ എത്താൻ ലേറ്റായി. സോ ഇന്ന് രാവിലെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റൈലിസ്റ്റ് വന്നു. ടപ്പേന്ന് പറഞ്ഞ് ബ്ലൗസൊക്കെ റെഡിയാക്കി അവർ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ മൈക്ക് വെക്കാൻ ആൾ വന്നു. മൈക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് പേടിയാണ്. നമ്മൾ പറയുന്നതല്ല അവർ കേൾക്കുമോ എന്നുള്ളൊരു ഭയം. അങ്ങനെ കേൾക്കത്തൊന്നുമില്ല. നമ്മൾ ആ സെറ്റിലെത്തുമ്പോഴേ എല്ലാം കേൾക്കത്തുള്ളൂ. അങ്ങനെ മൈക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരെ സെറ്റിലേക്ക് പോയി. ഇച്ചിരി ടെൻഷനുണ്ട്. ഇതൊരു തമിഴ് ഡയലോഗാണ്. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് സെറ്റിലുള്ള ആൾക്കാരൊക്കെ. ഇവരൊക്കെ ഇച്ചിരി നല്ല ടെൻഷനായിരുന്നു. ഞാനിപ്പോൾ പോയത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആഡിന് വേണ്ടിയിട്ടാണ്. ആഡ് റിലീസായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഡയറക്ടറൊക്കെ എല്ലാം കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ കുറേ ടേക്കൊക്കെ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. വൈകിട്ട് ഒരു 5:30 മണിയായി ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയി. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയി. ഇത് ഹോട്ടലിൽ രാത്രി ഡിന്നറിന് നമ്മുടെ ഈ മുംബൈ വീഗോയിൽ തന്നെ ഡിന്നർ ബൊഫേ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. മുംബൈയുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു. ഞാനിപ്പോഴും മറ്റേ ഹോട്ടൽ വീഗോയിലാണ്. ആക്ച്വലി നല്ല ഹോട്ടലാണ്. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല. ഇന്നലെ ബൊഫേ ഡിന്നർ നല്ലതായിരുന്നു. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒത്തിരി വെറൈറ്റി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കാശ് വേർത്തിട്ടാണ്. നല്ല ആംബിയൻസും കൊള്ളാം. അവിടുത്തെ സർവീസ് എല്ലാം നല്ലതാണ്. ഹോട്ടൽ വീഗോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ ഇന്ന് ഈവനിങ് 4:30 ഫ്ലൈറ്റ്. സോ ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് ബാന്ദ്ര ഒന്ന് കാണാൻ പോകുന്ന ഒരു കുഞ്ഞു ഷോപ്പ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ബാന്ദ്രയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മെക്ഡിയിൽ പോയി ഒരു ബർഗറും കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇതെല്ലാം എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഇതെല്ലാം വീഡിയോ ആക്കി വെക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ, ടേക്ക് കെയർ.